ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സി മുഹമ്മദ് ഷിയാസ്, വേദിയിലുള്ള ജനപ്രതിനിധികളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഞാൻ 6:30 മണിക്ക് ഇവിടെ എത്താം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ തൃശ്ശൂരിൽ എത്തിയപ്പോഴാണ് ചാലക്കുടിക്കടുത്തുള്ള ആതിരപ്പള്ളി പഞ്ചായത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വത്സലരാജൻ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു. അതറിഞ്ഞ് അവിടെ പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇവിടെ വരാൻ താമസിച്ചത് എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എൽദോസ് പറഞ്ഞതുപോലെ ഇന്നും നേരം അന്തിയാകുമ്പോൾ നമ്മൾ അറിയുന്നത് ഒരു പാവപ്പെട്ട ആദിവാസി സ്ത്രീ ഊരുമുപ്പന്റെ ഭാര്യ ഉപജീവനത്തിനു വേണ്ടി മരോട്ടിക്കായി ശേഖരിക്കാൻ ഭാര്യയും ഭർത്താവും പ്രായമായവർ പോയപ്പോഴാണ് അവരെ ആന ചവിട്ടിക്കൊന്നത്. വീടിനകത്താണ്, വീടിന്റെ സമീപത്താണ് കക്കയത്ത് കാട്ടുപോത്ത് ചവിട്ടി ഒരാളെ കൊന്നത്. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആന ചവിട്ടിക്കൊല്ലുന്ന 8ാമത്തെ ആളായി 2 മാസത്തിനുള്ളിൽ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കൊണ്ട് 909 പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ മാസം വയനാട്ടിൽ കടുവ ഒരു ചെറുപ്പക്കാരനെ അക്ഷരാർത്ഥത്തിൽ കടിച്ചു തിന്നു. എന്തൊരു ഭീതിയാണ് വനാതിർത്തികളിൽ ഉള്ളത്, എന്തൊരു ഭീതി! അവിശ്വസനീയമായ തരത്തിലാണ്. നമുക്ക് ഇന്നിപ്പോ ഞാൻ ഉച്ചയ്ക്ക് ഈ സ്ഥലത്തേക്ക് ശ്രീമതി ഇന്ദിരാ രാമകൃഷ്ണന്റെ വീടിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോ പോലീസ് പറഞ്ഞത് ഉച്ച കഴിഞ്ഞപ്പോൾ 16 ആന വീടിന്റെ പരിസരത്തുള്ളത്. സന്ധ്യക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴും ആന അവിടെ ഉണ്ട്, അങ്ങോട്ട് വരണ്ട, സേഫ് അല്ല എന്നാണ് പറയുന്നത്. എന്തൊരു ജീവിതമാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ! ഒന്ന്, അവരുടെ കൃഷി മുഴുവൻ നശിപ്പിച്ചു. വനാതിർത്തികൾക്കടുത്ത് ഒരു കിഴങ്ങ് കൃഷിയുമില്ല, എല്ലാം പന്നി കുത്തി മലർത്തി. ഭൂമിക്കടിയിലുള്ള എല്ലാ കൃഷിയും, കപ്പയും ചേനയും ചേമ്പും മുഴുവൻ സാധനം പന്നിക്കൂട്ടങ്ങൾ വന്നു. ആന വന്ന് വാഴയും തെങ്ങും കരിമ്പും റബ്ബറും എല്ലാം നശിപ്പിച്ചു. കുരങ്ങ് വന്ന് തെങ്ങിൽ കയറി മഞ്ഞങ്ങ പരുവത്തിലാവുമ്പോ നാളികേരം ഇട്ടുകൊണ്ട് പോവുക. എല്ലാ കാർഷിക മേഖലയും പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ ആക്രമണം. ഈ വന്യജീവികൾ ആക്രമിക്കുന്നത്, ആനയല്ലാത്ത മറ്റു മൃഗങ്ങൾ ആക്രമിക്കുന്നത് കെട്ടിയിട്ടിരിക്കുന്ന കന്നുകാലികളെയാണ്, ആടിനെയും ആ പശുവിനെയും എല്ലാമാണ്. മനുഷ്യന്റെ ഇപ്പോഴുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് പശുവിനെ കറന്ന് പാൽ കൊടുക്കുക. ആ പാല് കൊണ്ടാണ് ഈ കർഷക കുടുംബങ്ങൾ 90% ജീവിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എങ്ങനെ അയക്കും കുട്ടികളെ? നമ്മളാണെങ്കിൽ നമ്മുടെ മക്കളെ അയക്കോ? ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. ഈ കന്നുകാലികൾക്ക് പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, റബ്ബർ വെട്ടാൻ പോകാൻ പറ്റുന്നില്ല. ഒരു തരത്തിലുള്ള ഉപജീവന മാർഗവും ഇല്ലാതെ, മനുഷ്യരാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ മേഖലകളിൽ എല്ലാം ഉണ്ടാകും. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഞങ്ങളെ സമരാജ്ഞിയോടനുബന്ധിച്ച ജനകീയ ചർച്ചാ സദസ് കാസർഗോഡ് ആരംഭിക്കുമ്പോ ആദ്യം വന്നതൊരു വിധവയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ബൈക്കിൽ പള്ളിയിൽ പോകുമ്പോ ആന ബൈക്കിൽ നിന്ന് ചവിട്ടിയിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ജസ്റ്റിനെ ചവിട്ടി. ഭാര്യയാണ് വന്നത് ആദ്യം ഞങ്ങളെ കാണാൻ. രണ്ടാമത് വന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ പന്നി മുഴുവൻ 5000 വാഴ വെച്ച ഒരു കർഷകന്റെ 5000 വാഴയും തകർത്തു. അയാൾ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായി. 1 രൂപ സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടിയില്ല. ആ കർഷകൻ ജോസ് ആത്മഹത്യ ചെയ്തു, ജോസിന്റെ ഭാര്യ. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ ജനകീയ ചർച്ചാ സദസ് അവസാനിപ്പിക്കുന്ന ദിവസം ഉത്തരവുണ്ട്. ഒരാളെ കരടി ആക്രമിച്ചു, കയ്യും കാലും തളർന്നൊരു മനുഷ്യൻ മാസങ്ങളോളം ആശുപത്രി കിടന്നു. കയ്യിൽ പുറത്തേക്ക് സ്റ്റീൽ തിരിക്കുക. ശരീരത്തെ പ്രസാദം അവിടെയുണ്ട്.
തൊട്ടപ്പുറത്തൊരാൾ കാട്ടുപോത്ത് കുത്തി ജീവശവമായ ഒരാൾ വന്നിരിക്കുക. ഇവർക്ക് കരടി ആക്രമിച്ച ആശുപത്രിയിൽ കിടന്ന ആൾക്ക് സർക്കാർ കൊടുത്തത് 5000 രൂപയാണ്. വീട് വരെ പണയത്തിലാണ്. മറ്റേ ആൾക്കൊന്നും കിട്ടിയില്ല. ഈ വന്ന ഭൂരിഭാഗം ആളുകൾക്കും ഒരു നഷ്ടപരിഹാരവും ആന ചവിട്ടിക്കൊന്നവർക്ക് അധികം അടക്കം കിട്ടിയിട്ടില്ല. 7000-ലധികം ആളുകൾക്കാണ് ജീവഹാനി സംഭവിച്ചവർക്കും പരിക്കു പറ്റിയവർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി മുഴുവൻ നശിച്ചവർക്കും ഈ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. 7000-ലധികം ആളുകൾ. ഇതെല്ലാം വരുമ്പോ ഇങ്ങനെയെല്ലാം സംഘർഷം ഉണ്ടാകുന്നു. ആനയുടെ എണ്ണം കൂടുന്നു, കടുവയുടെ എണ്ണം കൂടുന്നു, പന്നിയുടെ എണ്ണം വർദ്ധിക്കുന്നു, കുരങ്ങ് നാട്ടിലേക്ക് ഇറങ്ങിയ പല കാരണങ്ങളും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് പരിഹരിക്കാനുള്ള എന്ത് ശ്രമമാണ് കഴിഞ്ഞ 3-4 കൊല്ലമായി ഞങ്ങൾ നിരന്തരം നിയമസഭയ്ക്കകത്തും പുറത്തു പറയുന്നു. ഒരു പരിപാടി സർക്കാരിനുണ്ട്? ഹ്രസ്വകാല പരിപാടിയുണ്ടോ? ദീർഘകാല പരിപാടിയുണ്ടോ? ഒരു പരിപാടിയില്ല. വനം മന്ത്രിയോട് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവായ വനം മന്ത്രിയുടെ മറുപടി, ഞാൻ വനം മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള വിഡ്ഢി ചോദ്യമാണ്. വിഡ്ഢി ചോദ്യം. എനിക്കത് പറയാൻ വിഷമമുണ്ട്. പക്ഷെ ഈ വിഡ്ഢി ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്താ ഇവരോടൊക്കെ മറുപടി പറയുന്നത്? എന്ത് മറുപടിയാ പറയുന്നത്? എന്നിട്ട് ഈ വർഷം വെച്ചിരിക്കുന്നത് 48 കോടി രൂപ. 48 കോടി രൂപ കൊണ്ട് ഒരു 4 കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് വലിക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ചുറ്റും മതിൽ കെട്ടണം, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കണം, കിടങ്ങൾ ട്രെഞ്ചുകൾ കുഴിക്കണം, പല രീതിയിൽ വേണം. ഞാൻ ഈ ഗവൺമെന്റിനോട് പറയാണ്, തമിഴ്നാട് ഗവൺമെന്റ് വാൽപ്പാറ ഏറ്റവും കൂടുതൽ ആന ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. സമീപ പ്രദേശത്തേക്ക് ആന ഇറങ്ങിയിരുന്ന തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് അവരത് ഭംഗിയായി നടപ്പാക്കി. കഴിഞ്ഞ 2-3 വർഷമായി ഒരു ആനയുടെ ശല്യവും വാൽപ്പാറയ്ക്കകത്തും പരിസര പ്രദേശത്തും ഭംഗിയായി പരിഹരിച്ചു. ഇപ്പോ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും കടുവയുടെ ശല്യമുണ്ട്. അവര് വനം വകുപ്പിന്റെ ഒരു ഡെലിഗേഷൻ സുന്ദർബാൻസിൽ പോയിരിക്കുകയാണ്. കാരണം സുന്ദർബാൻസിൽ കടുവ ഒരുപാട് കടുവയുണ്ട്. ഒരു കടുവയും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്ട് അവരവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടി തമിഴ്നാടിന്റെ സംഘം പോയിരിക്കുകയാണ്. ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടോ? ഇവരെന്ന് എല്ലാവരെയും പറ്റിച്ചു. ആന ഇറങ്ങിയപ്പോ കോളറിന്റെ വിവരം കർണാടക തന്നില്ല എന്ന് പറഞ്ഞു. കർണാടക ആദ്യം തന്നെ ഈ കോളറിന്റെ ഐഡിയും പാസ്വേഡും കേരളത്തിലെ വനം വകുപ്പിന് കൊടുത്തു. ഈ ഐഡിയും പാസ്വേഡും ഉള്ള ആർക്കും ആനയെ ട്രാക്ക് ചെയ്യാം. അപ്പൊ കർണാടക ഗവൺമെന്റിനും ആനയെ ട്രാക്ക് ചെയ്യാം. ഈ ഐഡിയും പാസ്വേഡും ഉള്ള കേരള ഗവൺമെന്റിനും ഈ ആനയെ ട്രാക്ക് ചെയ്യാം. എന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞു കർണാടക വിവരം തരാത്താന്ന്. ഇവന്റെ കയ്യിൽ ഐഡിയും പാസ്വേഡും എടുത്തിട്ട് കുരങ്ങന്റെ കയ്യിൽ പൂമാല വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു. അപ്പോഴാണ് ഒരാളെ ആന കൊന്നത്. വയനാട്ടിൽ ആന കൊന്നത്. അതുകൊണ്ടാണ് ആന കൊന്നത്. നമുക്കിതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇവർ ചെയ്യുന്നില്ല. ഈ വനാതിർത്തിയിലും അതിന്റെ സമീപത്തും ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. വന്യജീവികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. അവര് ചവിട്ടിക്കൊല്ലുക, ആന ചവിട്ടിക്കൊല്ലുക, കടുവ കടിച്ചു തിന്നുക, കരടി ആക്രമിക്കുക, കാട്ടുപോത്ത് ആക്രമിക്കുക. സർക്കാരിനൊന്നും ചെയ്യാനില്ല. ഭരണഘടനയുടെ 21-ാം വകുപ്പുണ്ട്. അത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാം സർക്കാരിനുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മറന്ന് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചാൽ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ജോലി എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ പറയാണ് എന്താണ് കോൺഗ്രസുകാര് അനാദരവ് കാണിച്ചു മൃതശരീരത്തോട്. കോൺഗ്രസ് പ്രവർത്തകർ ആ മൃതശരീരവും വഹിച്ചുകൊണ്ട് നാട്ടുകാരോടൊപ്പം സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്റെ അനുമതിയോടുകൂടിയാണ്. നിങ്ങളൊന്നും ചെയ്യുന്ന പോലെയല്ല ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. ആ കുടുംബത്തിന്റെയും ഭീതിയിലായ ജനങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ്. അനാദരവ് കാണിച്ചത് പോലീസാണ്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചത് പോലീസാണ്. പിന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക.
പേടിപ്പിക്കാൻ. പോലീസുകാരോട് ഞാൻ പറയുന്നത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത്. ഈ രാജാവും പരിവാരങ്ങളൊന്നും എന്നും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇന്നലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കൊണ്ടുപോയത് കണ്ടു, ഒരു ക്രിമിനലിനെ കൊണ്ടുപോയത് പോലെ. ബാക്കി ക്രിമിനലുകളെ കാണുമ്പോ, CPM ക്രിമിനലുകളെ കാണുമ്പോ മുട്ടിലെറിയുന്ന പോലീസുകാരാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ എറണാകുളം ജില്ലയിലെ പോലീസിനോട് പറയാ, ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നുണ്ട്. എന്തിനാ? വെറ്റിനറി സർവകലാശാലയിൽ ഒരച്ഛന്റെയും അമ്മയുടെയും മകനെ ക്രൂരമായി മർദ്ദിച്ച് മുറിവുകൾ ഉണ്ടാക്കി കെട്ടിത്തൂക്കി കൊന്നതിനെതിരായിട്ടുള്ള സമരം ആണല്ലോ. SFI ക്രിമിനലുകൾ അഴിഞ്ഞാടിയതിന്റെ വിവരം. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു SFI സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അവൻ ASU നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ലോ കോളേജ് ഹോസ്റ്റലിൽ രാത്രി മുഴുവൻ കട്ടിലിന്റെ കാലും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ജാമ്യമില്ലാത്ത കേസിലെ പ്രതിയാണ്. ഈ ജില്ലയില് നട്ടിലുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഈ ഷിയാസിനെ കൊണ്ടുപോയ പോലെ അവനെ കൊണ്ടുപോകാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? അവനാണല്ലോ ബാരിക്കേഡിന്റെ പുറത്ത് കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കഴിയാൻ പറഞ്ഞത്. അപ്പൊ വേറൊരു ഈ DYSP പോലുള്ള DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് അവനെ താഴെ ഇറക്കി, മോനെ കുട്ട നീ വിഷമിക്കലടാ, വാടാ BP കേൾക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു താരാട്ടുപാട്ടും പാടി അവനൊരു പാൽക്കുപ്പി കൂടി മേടിച്ചു കൊടുക്കായിരുന്നില്ല? അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ അവരോട് ഇങ്ങനെ. ഈ പരിപാടി ഉണ്ടല്ലോ, പരിപാടി അവസാനിക്കാനായി എന്നോർത്തോ. അധികം രാജഭക്തി കാണിക്കുന്നവർ ചെവിയിൽ നുള്ളി കാത്തിരുന്നു. ഒറ്റ ഒരെണ്ണത്തിന് ഞങ്ങൾ വെറുതെ വിടില്ല. നിയമപരമായി ചെയ്യാം. നിയമപരമായി എന്ത് ചെയ്താലും നിങ്ങളുടെ ജോലി ചെയ്താൽ ഞങ്ങൾ അതിനെ ബഹുമാനിക്കും, ഞങ്ങൾ അതിനെ സല്യൂട്ട് ചെയ്യും. നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരെ, ഞങ്ങളുടെ ജനപ്രതിനിധികളെ, എനിക്ക് മാത്യു കൊള്ളനാടൻ എൽദോസ് കുന്നപ്പള്ളിയും കൂടി ഇവിടെ ഇരിക്കാൻ പോണു എന്ന് എന്നോട് പറഞ്ഞപ്പോ തന്നെ അറിയാം മാത്യു കൊള്ളനാടൻ രാത്രി മുഴുമിപ്പിക്കുമല്ലോ. കാരണം മാത്യു കൊള്ളനാടനെ കൊണ്ടുപോകും എന്നെനിക്കൊരു സംശയമില്ലായിരുന്നു. കാരണം കൊള്ളനാടനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘമുണ്ട്. അവരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെയൊക്കെ എടുത്തുവയ്പ്പുകാർ പെട്ടിതൂക്കിയാൽ ആരൊക്കെ ഓരോ ജില്ലയിലും ഉണ്ട്, ഓരോ പോലീസ് ജില്ലയിലും ഉണ്ട്. അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരുടെ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊന്നും നിയമം ലംഘിക്കാൻ പോകുന്നവരല്ല. എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ കേസെടുത്തത്? ഇവരകത്തിരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം, ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം, ആ പോലീസ് വാഹനം തല്ലിപ്പൊളിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുക. ജാമ്യമില്ലാത്ത കേസ്. ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലിട്ട മുഹമ്മദ് ഷിയാസ്, മാത്യു കൊള്ളനാടൻ, എൽദോസ് കുന്നപ്പള്ളി, ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തി പോകുമെന്നാണോ നിങ്ങൾ കരുതി? ആണോ? നിങ്ങൾ അതാണോ കരുതിയത്? നിങ്ങൾ തെറ്റിപ്പോയി. നിങ്ങളെ സത്യത്തിൽ പോലീസിനോട് നന്ദി പറയണം. ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമായി മാറി. 4 പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് നിങ്ങൾ ഇന്നലെ സമരം തുടങ്ങിയപ്പോൾ മുന്നോട്ട് വെച്ചത്. 10 ലക്ഷം രൂപ ഇപ്പോ ആ കുഞ്ഞിന്റെ വീട്ടിക്ക്. ഞാൻ ഷിയാസിനെയും കൊള്ളനാടനെയും എൽദോസ് കുന്നപ്പള്ളിയെ അഭിനന്ദിക്കും. ഈ നാട്ടിൽ 1 കൊല്ലം മുമ്പ് ആന ചവിട്ടിക്കൊന്നവർക്ക് 1 രൂപ കിട്ടാത്ത ഇഷ്ടംപോലെ കേസ്. നിങ്ങൾ ഇന്നലെ ഇവിടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ സമരം തുടങ്ങിയത് കൊണ്ടാണ് ആ കുടുംബത്തിന് 10 ലക്ഷം കിട്ടിയത്. ഇന്നലെ മന്ത്രി P. രാജീവ് കളക്ടർ ഇവിടെ വന്ന് എല്ലാം സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചപ്പോ കളക്ടറോട് ഇങ്ങോട്ട് പോകരുത് എന്ന് വരുത്തിയ മന്ത്രിയാണ് വ്യവസായ മന്ത്രി. കാരണം ഇത് തീരരുത് എന്ന് കരുതി, ഇത് തീരരുത് എന്ന് കരുതി. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു 5 ലക്ഷം രൂപ കൊടുക്കാൻ നോക്കുമെന്ന്. രാജീവേ, ഞങ്ങളുടെ കുട്ടികള്, ഞങ്ങളുടെ ജനപ്രതിനിധികൾ സമരം ചെയ്ത് നിങ്ങൾ പറഞ്ഞ 5 ലക്ഷമല്ല 10 ലക്ഷം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
10 ലക്ഷം. മന്ത്രി ഇന്നലെ പറഞ്ഞത് 5 ലക്ഷം കൊടുക്കാൻ നോക്കുന്ന 5 അല്ല 10 കൊടുപ്പിക്കാൻ എറണാകുളം ജില്ലയിലെ UDF പ്രവർത്തകർക്കും കോൺഗ്രസുകാർക്കും കഴിയും. പിന്നെ ഒരു 3 ഡിമാൻഡ് കൂടി വെച്ചു. രണ്ടാമത്തെ ഡിമാൻഡ്, ഈ ആന ഇറങ്ങിയ സ്ഥലത്ത് ആഹാര ടീമിനെ വിടണം. മൂന്നാമത്തെ ഡിമാൻഡ്, അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വേണമെന്നാണ്. മൂന്നാമത്തെ ഡിമാൻഡ് ഞാനിന്ന് വനം വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ 2 ഡിമാൻഡും അംഗീകരിക്കാം. ആറാ ടീമിനെ വിടാം, ഇലക്ട്രിക് ഫെൻസിങ്ങിന്റെ പണി ആരംഭിക്കാം എന്ന് വനം മന്ത്രി എനിക്ക് ഉറപ്പ് നൽകി. 4ാമത്തെ ഡിമാൻഡ്, ഈ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുക്കണമെന്ന്. അത് മുഖ്യമന്ത്രിയോട് പറയണമെന്നാണ്. നാളെ ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് കൊടുക്കും. അതുകൊണ്ട് 4 ഡിമാൻഡ് 3 ഡിമാൻഡും അംഗീകരിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ മാത്യു കൊള്ളാടൻ MLA-യും ശ്രീ എൽദോസ് കുന്നപ്പള്ളി MLA-യും ഈ നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിപ്പോ താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തോറ്റല്ല പോകുന്നത്. 4 ഡിമാൻഡിൽ 3 ഡിമാൻഡും നേടിയെടുത്തുകൊണ്ടാണ് ഈ ജനകീയ സമരം അവസാനിപ്പിക്കുന്നത്. അതിന് മുൻകൈയെടുത്ത, അതിന് നേതൃത്വം കൊടുത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയും ഈ ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളെയും, അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇടുക്കി ജില്ലയിലെയും ഈ പ്രദേശത്തെയും ഭൂമി പ്രശ്നങ്ങളാണെങ്കിലും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഏറ്റവും കൂടുതൽ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ നാടിന്റെ ഹൃദയമിടിപ്പുകൾ ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായ MP ശ്രീ ഡീൻ കുര്യാക്കോസിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കോട്ടയത്ത് സ്ഥാനാർത്ഥിയായിട്ട് പോലും ഓടി കോതമംഗലത്തെത്തി ഈ സമരത്തിൽ പങ്കാളിയായി നിങ്ങൾക്ക് പിന്തുണ നൽകാൻ നൽകിയ ശ്രീ ഫ്രാൻസിസ് ജോർജിനെയും MLA-യായി ഓടിയെത്തിയ ശ്രീ മോൻസ് ജോസഫിനോട് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. ആ വിധേയനാണ് ഞാൻ പറയുന്നു. ഇനിയിപ്പൊ അവരോടൊക്കെ ഒരു നന്ദി പറയാം. കോതമംഗലത്തെ കോൺഗ്രസ് എന്താണ് എന്ന് ഇന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എല്ലാവരും കരുതിയിരുന്നു ഇതാണ് കോൺഗ്രസ്. എല്ലാവരും ഒറ്റക്കെട്ടായി ജനകീയ പ്രശ്നങ്ങളിൽ ഏതറ്റം വരെ പോകും എന്നാണ് നമ്മൾ ഇന്ന് ഈ കോതമംഗലത്തിന്റെ മണ്ണിൽ നമ്മൾ തെളിയിച്ചത്. നമ്മൾ സങ്കടങ്ങൾ അനുഭവിക്കുന്ന പാവങ്ങളുടെ കൂടെയാണ്, വിതുമ്പുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ്. ഈ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നവർ, കൃഷി നശിക്കുന്ന പാവപ്പെട്ട, വിഷമിക്കുന്ന, നിരാശപ്പെട്ട ഈ കർഷകരുടെ കൂടെ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഉണ്ടാകും. എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകിക്കൊണ്ട് ഞാൻ ഈ സമാപന സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.